നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുതുവറ സെന്ററിൽ പുലർച്ചെ 3 മണിയോടെ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് വൈദ്യുതി തൂണിലിടിച്ച് അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 3 കോഴിക്കോട് സ്വദേശികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മീനാക്ഷി, വിജിന, ശിവദത്ത് എന്നിവരെ മുതുവറ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വൈദ്യുതി വിതരണവും നെറ്റ്വർക്ക് സംവിധാനവും തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണിന്റെ ഇരുമ്പ് ഭാഗം ബസിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. KCB അധികൃതരും പേരാമംഗലം പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. BKMU അളഗപ്പ നഗർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, ജോയിന്റ് സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ്, VK കരുണാകരൻ, VR രാജൻ, സുരേന്ദ്രൻ നാലുമടത്തിൽ, TK അജീഷ് എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 15 തണൽ ഓണാഘോഷം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു അധ്യക്ഷനായിരുന്നു. തണൽ പ്രസിഡന്റ് വർഗീസ്, ഷൈനി ജോജു, ചാൾസ് തൃക്കൂക്കാരൻ, KJ ജിമ്മി, ലീലാഭായ്, ജോസഫ് പുളിക്കൻ, അങ്കണവാടി വർക്കർ രേഖ എന്നിവർ പ്രസംഗിച്ചു. സാധാരണക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന സവിശേഷതകളോടെ മോൺട്രോ ഇലക്ട്രിക് ഓട്ടോ നിരത്തുകൾ കീഴടക്കുന്നു. ഒറ്റ ചാർജിൽ 203 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്ന ഈ സൂപ്പർ ഓട്ടോ ഇലക്ട്രിക്കിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയ മോഡലായി മാറിക്കഴിഞ്ഞു. ഇലക്ട്രിക് കാറുകളും ഒപ്പം ഇലക്ട്രിക് സ്കൂട്ടറുകളും നമുക്ക് ഏറെ പരിചിതമാണ്. എന്നാൽ എനിക്ക് ഇന്ന് പറയാനുള്ളത് മോൺട്ര ഇലക്ട്രിക്കലിൻ്റെ EPL 2.0R സൂപ്പർ ഓട്ടോയെക്കുറിച്ചാണ്. ഇലക്ട്രിക് ഓട്ടോയെക്കുറിച്ച് നോക്കൂ, ഒരു ലക്ഷറി കാറിന് സമാനമായിട്ടുള്ള ഒരു മനോഹരമായ ഓട്ടോയാണ് മോൺട്ര ഇലക്ട്രിക്കിൻ്റെ സൂപ്പർ ഓട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒറ്റ ചാർജിൽ ഏതാണ്ട് 200-ലേറെ കിലോമീറ്റർ ദൂരമാണ് ഇതിനെ മൈലേജായിട്ട് കമ്പനി പറയുന്നത്. ഒപ്പം തന്നെ ഉയർന്ന വേഗപരിധി വരുന്നത് 63 കിലോമീറ്ററാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുങ്കുന്നം സിഗ്നലിന് സമീപത്തുള്ള കല്യാൺ മോൺട്ര ഇലക്ട്രിക്കലാണ്. ഇവിടെ മാത്രമല്ല, നടത്തറയിലും ഒപ്പം ചാലക്കുടിയിലും മോൺട്ര ഇലക്ട്രിക് ഷോറൂമുകളും ഒപ്പം മികച്ച സർവീസ് സെൻ്ററുകളും ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. മികച്ച സർവീസാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 3.90 ലാക്കാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുമാത്രമല്ല, 39,999 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഈ വാഹനം സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മികച്ച വരുമാനം നേടാനുള്ള ഒരു മികച്ച അവസരമാണ് മോൺട്ര ഇലക്ട്രിക് ഒരുക്കിയിരിക്കുന്നത്. ഏതൊരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോഴും ഉപഭോക്താക്കളുടെ ആശങ്ക എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയെക്കുറിച്ചായിരിക്കും. മോൺട്ര ഇലക്ട്രിക് ഓട്ടോ അത് മുന്നോട്ട് വയ്ക്കുന്നത് 5 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി അല്ലെങ്കിൽ 1,75,000 കിലോമീറ്ററാണ്. ഇനി അതുമാത്രമല്ല, ഒരു സൂപ്പർ ഷീൽഡ് എക്സ്റ്റൻഡ് ഓഫറിലൂടെ ഇത് 6 വർഷത്തെ വാറൻറ്റിയോ അല്ലെങ്കിൽ 2,25,000 കിലോമീറ്ററോ ആക്കി മാറ്റാനുള്ള സൗകര്യവും ഉപഭോക്താക്കൾക്കായി കല്യാൺ മോൺട്ര ഇലക്ട്രിക് ഓട്ടോ ഒരുക്കിയിട്ടുണ്ട്. 10 കിലോവാട്ട് പവറിൽ 60 Nm പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മോൺട്ര ഇലക്ട്രിക് ഓട്ടോയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നോക്കൂ, റേഡിയൽ ട്യൂബ്ലെസ് ടയറുകളാണ്. ഒപ്പം LED ഹെഡ്ലാമ്പുകളാണ്. നോക്കൂ, വിശാലമായ ഒരു കാറിന് തുല്യമായ സൗകര്യങ്ങളാണ്.
ഞാൻ പറയുന്നത് മാത്രമല്ലല്ലോ, മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ സ്വന്തമാക്കിയിട്ടുള്ള മാത്യു ചേട്ടനാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. ഈ ഓട്ടോ ഓടിച്ചാണ് മാത്യു ചേട്ടൻ ഉപജീവനം കഴിക്കുന്നത്. മാത്യു ചേട്ടാ, എങ്ങനെയുണ്ട് ഈ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ? ലാഭകരമാണോ? ഓട്ടോ ലാഭകരമാണ്. നമ്മൾ പെട്രോൾ അടിക്കണ്ടല്ലോ, അതന്നെ ഒരു ലാഭകരമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ചാർജിങ് നമുക്ക് വീട്ടിലാണ്. അപ്പോൾ വീട്ടിലെ കറണ്ട് ബില്ലിൻ്റെ ഒരു പൈസയിലേ വരുള്ളൂ, അതത്ര ഇതല്ലല്ലോ. നമുക്ക് നല്ലൊരു എമൗണ്ട് ഡീസലിന് അല്ലെങ്കിൽ പെട്രോളിന് തന്നെ ചിലവാകുന്നതാണ്. അതിനിപ്പോൾ ഇപ്പോൾ മതിയടൻ ഇതിനും നേരത്തെ പെട്രോൾ ഡീസൽ വാഹനങ്ങളും ഒക്കെ ഓടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? ഇതിപ്പോൾ ഓടിക്കാനൊക്കെ സുഖം തന്നെയാണ്. നല്ല പിന്നെ യാത്രക്കാർക്കും ഇരിക്കാൻ സുഖം. പിന്നെ യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. കാരണം വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ സൗണ്ടും ഇല്ല, പിന്നെ ജർക്കിങ് ഇല്ല, അങ്ങനെയൊക്കെ കുറേ മേന്മകളുണ്ട്. പിന്നെ ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ടൊരു 1.5 മാസം ആവണുള്ളൂ. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ട് നമുക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നു വണ്ടി പോകും. അപ്പോൾ കാട്ടാക്കമ്പൽ സ്വദേശിയായിട്ടുള്ള മോഹനൻ ചേട്ടനുണ്ട്. ഈ വാഹനം ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരാളാണ്. എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം എടുത്തതിന് ശേഷമുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? എനിക്ക് ഇപ്പോൾ ഈ വാഹനം എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ മുന്നേ ഓടിച്ചത് ഒരു ആപ്പസിറ്റി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് 14 വർഷം ഓടിച്ചു. ഈ 14 വർഷം ഓടിച്ചെന്നല്ലാതെ ഈ വണ്ടി കിട്ടിയതിന് ശേഷം ഒരു മാസമായിട്ടുള്ളൂ. ഈ മാസം വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. പിന്നെ തന്നെയല്ല, ഞാൻ വിചാരിച്ച കൂടെ കൂടുതൽ ഗെയിൻ എനിക്കുണ്ട്. ഇപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ വീട്ടിൽ ചിലവുകളൊന്നുമില്ല. അതില്ലാതെ തന്നെ എനിക്കൊരു 10-30,000 രൂപ ഒരു മാസം ഡെയിലി ഡിപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഭയങ്കര ഇതുണ്ട്. നല്ല ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും അതുമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ മികച്ച വരുമാനം നേടാൻ കഴിയുന്ന ഒരു വാഹനം സ്വന്തമാക്കിയ സന്തോഷം അനുഭവിക്കുന്ന നിരവധി ഓട്ടോ ഡ്രൈവർമാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയുടെ കാര്യം പറയാൻ വന്നിട്ട് എന്താണ് ഈ ബൈക്കിൽ എന്നാണല്ലേ? നോക്കൂ, ഇതൊരു സമ്മാനമാണ്, ഓണസമ്മാനമാണ്. മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ വാങ്ങുമ്പോൾ ലഭിക്കുന്ന മെഗാ ഗിഫ്റ്റ് കൂപ്പണിലൂടെ ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് 1ാം സമ്മാനമായി ലഭിക്കുന്നത് ഈ ബൈക്കാണ്. തീർന്നില്ല, LED TV ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, തുടങ്ങി കൈ നിറയെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഓണസമ്മാനം തീർന്നിട്ടില്ല, ഒപ്പം ഓരോ വാഹനത്തിനും 10,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ലഭ്യമാണ്. $125 വർഷത്തെ പാരമ്പര്യമുള്ള മുരുകപ്പ ഗ്രൂപ്പ് ഇപ്പോൾ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്ത് കൂടുതൽ സജീവമായിരിക്കുകയാണ്. മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയ്ക്ക് പുറമെ വിപണിയിൽ ശ്രദ്ധേയമാകുന്ന ഒരു വാഹനമാണ് മോണ്ട്ര ഇലക്ട്രിക് പിക്കപ്പ്. ഏറ്റവും കുറഞ്ഞ ചാർജിൽ കൂടുതൽ മൈലേജ് വാഗ്ദാനം ചെയ്യുന്ന ഈ വാഹനം 1.3 ടൺ വരെ ആണ് കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. ഏതായാലും സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമായ വാഹനങ്ങളായി മാറുകയാണ് മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങൾ. പൂങ്കുന്നത്തെ കല്യാൺ മോണ്ട്ര ഇലക്ട്രിക് ഷോറൂമിൽ ഞാനിവിടെ വന്നപ്പോഴേ ഒരു സ്പിൻ വീല് കാണുന്നുണ്ട്. ഞാനിതൊന്ന് പതുക്കെ തിരിച്ചു നോട്ടെ, നമുക്കൊന്ന് ഭാഗ്യം പരീക്ഷിക്കാം. ഇതിൽ നിറയെ സമ്മാനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ മിക്സർ ഗ്രൈൻഡറാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇതെന്താ സംഭവം എന്ന് നമുക്ക് നമ്മുടെ കല്യാൺ മോണ്ട്ര ഇലക്ട്രിക്കിലെ സെയിൽസ് സ്റ്റാഫായിട്ടുള്ള ഏഞ്ചലിനോട് ചോദിക്കാം. ഏഞ്ചൽ, ഇതെന്താ സംഭവം? നമ്മുടെ സ്പോട്ടിൽ ഒരു കസ്റ്റമർ വന്നിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 5,000 രൂപ അടച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 6 ഗിഫ്റ്റിൽ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും. അതാണ് ഈ ഓണക്കാലത്തിന്റെ മാത്രം പ്രത്യേകതയാണോ? ഓണത്തിന് മാത്രം സ്പോട്ടിൽ ബുക്ക് ചെയ്യണവർക്ക് ഓഗസ്റ്റ് 31 വരെയാണ്. ഓഗസ്റ്റ് 31 വരെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓണ സമ്മാനങ്ങൾ കൊണ്ട് തീരുന്നില്ല. മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ ബുക്ക് ചെയ്യുന്ന ഈ സ്പോട്ടിൽ വന്ന് ബുക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഉറപ്പായ ഒരു സമ്മാനം ലഭിക്കുന്ന ഒരു സ്പിൻ വീലാണ് ഈ ഓണക്കാലത്ത് മോണ്ട്ര ഇലക്ട്രിക് ഒരുക്കിയിട്ടുള്ളത്.
സാധാരണക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന സവിശേഷതകൾ അടങ്ങിയ വാഹനങ്ങൾ എന്നതാണ് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയുടെയും ഒപ്പം മോണ്ട്ര ഇലക്ട്രിക് പിക്കപ്പിന്റെയും ഒക്കെ പ്രത്യേകത. ഈ ഓണക്കാലത്ത് കൈനിറയെ സമ്മാനങ്ങളുമായാണ് ഈ വാഹനങ്ങൾ കല്യാൺ മോണ്ട്ര ഇലക്ട്രിക് ഉപഭോക്താക്കൾക്കായി സമർപ്പിക്കുന്നത്. ഏതായാലും വരും നാളുകളിൽ ഈ വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ ഡൊമിനിക് പാലത്തിങ്കലിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇത്തവണ ഓണമല്ല, പൊന്നോണമാണ് കൃഷ്ണയിൽ. കൃഷ്ണയിൽ പൊന്നോണം. ഒത്തിരി ഓഫറുകളും സമ്മാനങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കാം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഇതല്ലേ ശരിക്കും പൊന്നോണം? സ്വർണം ഗ്രാമിന് 15,030 രൂപയും പവന് 1,20,240 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന വടാന്തോൾ ഇടശ്ശേരി പന്തല്ലൂക്കാരൻ പൈലോട്ട് ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മേരി, റോസിലി, സിസിലി, അന്തോണിക്കുട്ടി, ആനി, ജെസ്സി എന്നിവർ മക്കളും വർഗീസ്, വിക്ടോറിയ, ഷാജു, പരേതരായ ജോണി, ഡേവിസ്, ആൻഡ്രു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.